ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇന്നലെ വരെ എന്റെ നന്മകളൊന്നും കാണാൻ ആഗ്രഹിക്കാത്ത അമ്മായി ഇന്നെന്റെ നന്മ കാണാനാണ് വന്നതെന്ന് പറഞ്ഞാ അത് ഞാൻ വിശ്വസിക്കണോ? ഇതിന് ഞാൻ പകരം വീട്ടും. പകരം വീട്ടാൻ വരുമ്പോ 10 ഇരട്ടി തിരിച്ചു കിട്ടുമെന്ന വിചാരത്തോടെ വന്നാ മതി. ഋതികയുടെയും രാജുവിന്റെയും മാത്രം അറിഞ്ഞാ മതി. അയ്യോ, അത് ഞാൻ ഏറ്റു. അവര് രണ്ടും എന്റെ ശത്രുക്കളാ. അപ്പൊ ഞാൻ ഈ ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്തു തരാം. നല്ല കാര്യം. മുണ്ടയ്ക്കലമ്മയ്ക്ക് ഞാൻ തക്കതായ പ്രതിഫലം തരും. അല്ല, അപ്പം ഇന്ന് മുതൽ ഞാൻ ജോലിയിൽ പ്രവേശിച്ചോട്ടെ? ഇങ്ങോട്ട് പ്രവേശിക്കണ്ട, അവിടെ ഇരുന്ന് ജോലി ചെയ്താ മതി. നിങ്ങൾ എന്റെ ഫോൺ എടുത്തല്ലേ? ഹലോ, എടോ, താനിത് എവിടെ പോയിരുന്നു? ഒരു ജോലി ഏൽപ്പിച്ച കൃത്യമായിട്ട് ചെയ്യണ്ടേടോ. മാഡം, ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുന്നുടോ? താൻ നാളെ ഉടനെ വന്നെന്നെ കാണണം. മാഡം, നിങ്ങൾ എന്തിനാ തള്ളേ ഫോൺ എടുത്ത്? അത് കൊറേ നേരമായിട്ട് ഇവിടെ കിടന്ന അടിയോടടി. സങ്കടം വന്നപ്പോ ഞാൻ അങ്ങ് എടുത്തു പോയതാ. എന്റെ കഞ്ഞിൽ ഇനി ആവണക്കണ്ട ഒഴിക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ ഞാനൊരു മൃഗമായി മാറും. പിന്നെ മാറുന്നെന്തിന്? നീ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. എങ്ങനെ ജീവിക്കാൻ നോക്കിയാലും ഈ തള്ള വന്നത് കുളമാക്കും. അംബിക ഓർമ്മയുടെ എന്തൊക്കെയാ അവര് പറഞ്ഞിട്ടുണ്ടാവുക? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നീ ഗുഡ് മോർണിംഗ് പറയേണ്ട കാര്യമില്ല. ശരിയാ, എനിക്ക് ഗുഡ് മോർണിംഗ് ഇല്ലല്ലോ. വാ, ഋതികയുടെ ക്യാബിനിലേക്ക് പോവാം. സോറി മാം. എന്താ? MD കാണണമെങ്കിൽ പെർമിഷൻ വേണം. മാഡം ഋതിക മാഡത്തിനെ കാണാൻ വന്നതാണോ? അതെ. ഞാൻ മാഡത്തോടൊന്ന് ചോദിക്കട്ടെ? മാഡം, മാഡത്തെ കാണാൻ അംബിക വർമ്മ വന്നിട്ടുണ്ട്. ശരി മാഡം, അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ആരാണെന്നേ ഇവളുമാർക്കൊന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ഇത് അംബിക വർമ്മ, MDയുടെ അമ്മായിയ. മിനിസ്റ്റർ പ്രതാപ വർമ്മയുടെ ചേച്ചി. വർമ്മ സാറിന് നാണം കെടുത്താനുള്ള ഒരു ചേച്ചി? ഏവര് വരും തറയാ. ഏവര് ദുഷ്ടയാണെന്ന് എനിക്കല്ലേ അറിയൂ. ചെന്ന് കണ്ടോളൂ മാഡം. ഓ, ഇതെന്റെ പേഴ്സണൽ അസിസ്റ്റന്റാ. ഞങ്ങൾക്ക് ഈ സാറിനെ നന്നായിട്ട് അറിയാം അല്ലേ സാറേ? ഓ, അത് നമ്മളന്ന് അവിടെ വെച്ച്. അയ്യോ അയ്യോ, ഇനി വാ തുറന്ന ഇതങ്ങ് പൊട്ടിക്കും. രണ്ടെണ്ണത്തിനും കൂടെ ഇവിടെ ഇട്ട് കത്തിക്കും ഞാൻ. മാപ്പാക്കണം മേഡം, മാപ്പാക്കണം, മാപ്പാക്കണം മേഡം, മാപ്പാക്കണം. ഓ, ജസ്റ്റ് മിസ്. വാടോ ഇങ്ങോട്ട്. ഓ, ശരിയെന്ന്. അയ്യോ, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? എല്ലാം നന്നായി പോകുന്നില്ലേ? ഏവര് മേടിച്ച് കെട്ടാൻ വേണ്ടി വന്നിരിക്കുക. എനിക്ക് കാണുമ്പോ അതൊരു രസം. ഓഫീസ് കാര്യങ്ങളിലൊക്കെ എന്റെ മോള് എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഒന്ന് അറിയാൻ വന്നതാ. ഞാനെന്തായാലും അമ്മായിയല്ലേ. ചേട്ടാ ഇരിക്കെ. ഓ, ആയിട്ട്.
അല്ലെങ്കിൽ വേണ്ട. ഇരിക്കു ചേട്ടാ. ഹേയ്, ശ്ശേ. ഇയാളെന്റെ PA PA നിന്നാ മതി. ചേട്ടൻ അമ്മായിയുടെ പിയാണ്. പക്ഷേ അതങ്ങ് വീട്ടില്. എനിക്കിദ്ദേഹം എന്റെ ചേട്ടനാണ്. ഇതെന്റെ ഓഫീസാ. ചേട്ടനിരിക്കെ. അല്ല, ഈ പോലീസ് സ്റ്റേഷനിൽ പ്രതികൾ ഇരുത്തും പോലെ ഇങ്ങനെ ഇരുന്നാ മതിയോ? ചേട്ടനോട് അവിടെ ഇരിക്കാനാ പറഞ്ഞത്. ആ, ഓ, ശരി. ഞാൻ സദുദ്ദേശത്തോടെയാ ഈ ഓഫീസിലേക്ക് വന്നത്. ഞാൻ ദുരുദ്ദേശത്തോടെ പെരുമാറിയതും ഇല്ലല്ലോ. നിന്റെ സ്ഥാപനങ്ങളെല്ലാം നല്ല നിലയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവളാ ഞാൻ. ഇത് ഒരു ഓഫീസല്ലേ അമ്മായി. ഇവിടെ ചില പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. അതനുസരിച്ചല്ലേ എനിക്ക് പെരുമാറാൻ പറ്റുക. പ്രതാപനെ എന്റെ ആങ്ങളയാ. ഹ്. അവന്റെ മകളാ നീ. അത് നീ മറക്കണ്ട. ആ ഒരു കാര്യം മറക്കാതിരിക്കുന്നതുകൊണ്ടല്ലേ അമ്മായി അമ്മായി മകനും ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന. ഓ, അപ്പോ കഴിഞ്ഞ ചില കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ച് നീ എന്നോട് പകരം വീട്ടല്ലേ? ഞാൻ എന്റെ പകരം വീട്ടിലൊന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല. തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. വഴക്കൊന്നും വേണ്ട മോളെ. നിന്റെ മധ്യസ്ഥത വേണ്ട. ഒരിക്കൽ കൂടി ഞാൻ പറയാ, ഇതൊരു ഓഫീസ്, അത് മറക്കരുത്. ഈ ഓഫീസിലേക്ക് കയറി വന്ന എന്നെ നീ അപമാനിക്കുന്നു. ഹ്. ഈ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ നന്നായി പോണോന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അമ്മായി എന്തിനാ കയറി വന്നേന്ന് വളരെ ക്ലിയർ ആയി എനിക്കറിയാം. എന്റെ അച്ഛന്റെ പെങ്ങള് ചമഞ്ഞ് എന്നെ കയറി മറ്റുള്ളവരുടെ മുൻപില് ഇൻസൾട്ട് ചെയ്യാൻ. അയ്യോ, ഇതെങ്ങനെ കൃത്യമായിട്ട് മോള് മനസ്സിലാക്കി? ഡാ, എന്റെ സെൻസ് മൊത്തം പോയി, ഫുള്ള് ബ്ലാക്ക് ഔട്ടായി. വളരെ സന്തോഷത്തോടെ എന്റെ ആങ്ങളയുടെ മോളുടെ ഓഫീസിലേക്ക് കയറി വന്നതാ ഞാൻ. എന്റെ നന്മകളൊക്കെ ഒന്ന് കാണാൻ. ഇന്നലെ വരെ എന്റെ നന്മകളൊന്നും കാണാൻ ആഗ്രഹിക്കാത്ത അമ്മായി ഇന്നെന്റെ നന്മ കാണാനാണ് വന്നതെന്ന് പറഞ്ഞാ അത് ഞാൻ വിശ്വസിക്കണോ? ഇതിന് ഞാൻ പകരം വീട്ടും. പകരം വീട്ടാൻ വരുമ്പോ 10 ഇരട്ടി തിരിച്ചു കിട്ടുമെന്ന വിചാരത്തോടെ വന്നാ മതി. ആ അമ്മായി, നമ്മൾ തമ്മിലുള്ള ഫൈറ്റൊന്നും ഈ സ്റ്റാഫുകൾ അറിയണ്ട. വേഗം സ്ഥലം വിട്ടോ. പാടോ. ഓ, പോട്ടെ.